നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നീതി ആയോഗിൻ്റെ യോഗം ഇന്ന് ചേർന്നിരുന്നു. പക്ഷേ പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആരും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല, മമതാ ബാനർജി ഒഴിച്ച്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം ആദ്യം എടുത്തത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനായിരുന്നു. അതിന് പിന്നാലെ മറ്റ് മന്ത്രിമാരും തീരുമാനമെടുത്തു. മമതാ ബാനർജി ഇന്ന് യോഗത്തിൽ പങ്കെടുത്തെങ്കിലും തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. 5 മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ അനുവദിച്ചത്. അതിനുശേഷം മൈക്ക് ഓഫ് ചെയ്തു എന്നുള്ള പല വിമർശനങ്ങൾ ഉയർത്തി. അജിംസ്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയെങ്കിലും ഒരേപോലെ സംസ്ഥാനങ്ങളെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള മുന്നറിയിപ്പാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നൽകിയത്. അതുമാത്രമല്ല, ബജറ്റിൽ നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ കേരളം, തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളുടെ ഒരു പേര് പോലും എങ്ങും പരാമർശിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരുമിച്ചുള്ള ബഹിഷ്കരണത്തിന് എത്ര കണ്ട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്? അത് നമ്മൾ ആ ബജറ്റ് ദിവസം തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്തതാണ്. ഞാൻ അന്ന് ഉപയോഗിച്ചൊരു വാക്ക് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഏറ്റവും മോശം ബജറ്റ് എന്നായിരുന്നു. ഞാനത് തിരുത്തുകയാണ്. ഇന്ത്യൻ യൂണിയൻ കണ്ട ഏറ്റവും മോശം ബജറ്റുള്ളതെന്നാണത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് സംസ്ഥാനങ്ങളോട് വിവേചനം കാട്ടി എന്നുള്ളതല്ല. ഒരു തരത്തിലും ഒരു വർഷം എന്താണ് പറയുക, ഒരു ഔട്ട് ഓഫ് അക്കൗണ്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു വർഷം സർക്കാർ കഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു എന്നല്ലാതെ ഒരു രാജ്യം, ഇന്ത്യ പോലെ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷം എങ്ങനെ ആകണം, നിലവിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കണം തുടങ്ങിയ ഒരു തരത്തിലുള്ള വിഷൻ പോലും ഇല്ലാത്ത ഒരു പേപ്പറാണ് ആ ബജറ്റ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനങ്ങൾ പ്രതിഷേധിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് സംസ്ഥാനങ്ങളോട് വിവേചനം കാട്ടി എന്നതിനപ്പുറം ഈ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ആ രാജ്യം ഒരു വർഷം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിഷനും അതിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സ്വാഭാവികമായും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അത് ഡിസ്ക്രിമിനേറ്ററി ആണ് എന്നവർ അന്ന് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഡിസ്ക്രിമിനേറ്ററി ആണ് എന്നുള്ളതല്ല, ഒരുതരം പ്രതികാര ബുദ്ധിയോടുകൂടി ഇന്ത്യ അലയൻസിന് വോട്ട് ചെയ്ത ജനങ്ങളെ ദ്രോഹിക്കാൻ, ജനങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ബജറ്റ് എന്നാണ് അവരതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുന്നത്. അതിന് അവർ പ്രതിഷേധിക്കുന്ന നീതി യോഗം ബഹിഷ്കരിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൽ പങ്കെടുത്ത ഇന്ത്യ മുന്നണിയിൽ നിന്ന് പങ്കെടുത്തത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജി സ്വയം പറഞ്ഞത് ഞാൻ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം അവിടെ അറിയിക്കുമെന്നുള്ളതാണ്. അതൊരു കോർഡിനേഷൻ്റെ പ്രശ്നമാണ്. ഇന്ത്യ മുന്നണി അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചെങ്കിൽ മുഴുവൻ പേരും ബഹിഷ്കരിക്കുകയായിരുന്നു നല്ലത്. അവിടെ പ്രതിഷേധം അറിയിക്കുന്നതിനേക്കാൾ മുഴുവൻ പേരും ബഹിഷ്കരിക്കുകയായിരുന്നു നല്ലത്. പക്ഷേ ഈ പങ്കെടുക്കുന്ന മമതാ ബാനർജി പോലും നീതി ആയോഗ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ സ്ക്രാപ്പ് ചെയ്യണമെന്ന അഭിപ്രായമുള്ളതാണ്. പ്ലാനിംഗ് കമ്മീഷൻ തിരിച്ചു കൊണ്ടുവരണം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ്. കാരണം നീതി ആയോഗിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനവും പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് അജഗജാന്തര വ്യത്യാസമുണ്ട്. കാരണം സംസ്ഥാനങ്ങളുടെ വോയിസ് അവിടെ കേൾപ്പിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളോ അവരുടെ വിഷനോ വികസനത്തെക്കുറിച്ചുള്ള അവരുടെ വിഷനോ അവിടെ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളൊരു പരാതി മുമ്പേ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ മുഖ്യമന്ത്രിമാരും പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം ഇതാണ്: ഈ ബഡ്ജറ്റ് ഡിസ്ക്രിമിനേറ്ററി ആണ്, അതിനെതിരെ നീതി ആയോഗ് യോഗം ഞങ്ങൾ ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രതിഷേധം കൊണ്ട് കാര്യമുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇതൊന്നും ചിന്തിക്കാതെ, ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാവും എന്ന് ചിന്തിക്കാതെയല്ലോ ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയത്. കാരണം ഫെബ്രുവരിയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു, അത് സമ്പൂർണ്ണ ബഡ്ജറ്റല്ല എന്ന് പറഞ്ഞാണ് അവതരിപ്പിച്ചത്. വീണ്ടും NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു ബഡ്ജറ്റ് വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അതേക്കുറിച്ചൊരു പ്രതീക്ഷ വയ്ക്കും. കാരണം ഇനി 5 കൊല്ലം ഭരിക്കാൻ പോകുന്നൊരു സർക്കാർ അടുത്ത 5 കൊല്ലത്തേക്കുള്ള വിഷൻ കൂടിയാണ് ഈ ബഡ്ജറ്റിൽ പറയുന്നത്. അടുത്ത 5 കൊല്ലത്തേക്കുള്ള വിഷൻ കൂടി ബഡ്ജറ്റിൽ പറയുന്നുള്ള വളരെ അടിവരായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ് അടുത്ത 5 കൊല്ലത്തേക്ക് ഈ സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ബഡ്ജറ്റ് എന്താണ് പറയുന്നത്? ബഡ്ജറ്റ് പറയുന്നത് 4 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകും 5 വർഷം കൊണ്ട്. വർഷം 2 കോടി, പ്രതിവർഷം 2 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ 2019 നരേന്ദ്രമോദി അധികാരത്തിൽ. ആ 2 കോടിയിൽ വർഷം 2 കോടി വെച്ചാണെങ്കിൽ 10 കോടി ജനങ്ങൾക്ക് തൊഴിൽ കിട്ടണം. 10 കോടി ജനങ്ങൾക്ക് തൊഴിൽ കിട്ടിയോ എന്ന് മാത്രമല്ല, കഴിഞ്ഞ 40 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് കടന്നുപോയതും ഈ കാലയളവിൽ തന്നെയാണ്. അപ്പോൾ ഈ വരുന്ന 5 വർഷം പ്രതിവർഷം 4 കോടി വെച്ച് ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് തൊഴിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യനുണ്ട്. തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ഇത് 2014 മുതൽ മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ഏത് മേഖലയിലെ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എത്ര യുവാക്കൾക്ക് തദ്ദേശീയമായി അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അവർക്ക് തദ്ദേശീയമായി ജോലി ലഭിച്ചിട്ടുണ്ട്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് നിന്നുള്ള എക്സോഡസ് ആണ്, യുവാക്കളുടെ എക്സോഡസ് ആണ്. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുള്ള എക്സോഡസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രൊഫഷണൽ സ്കില്ലുള്ള ആളുകൾ, പ്രൊഫഷണലി അവർ പണം കൊടുത്ത് പഠിച്ച പ്രൊഫഷണൽ ഡിഗ്രിയുള്ള ആളുകൾ മുഴുവൻ ഇവിടെ നിന്ന് നാട് വിട്ടു പോവുകയാണ്. പിന്നെ ഈ തദ്ദേശീയമായി എന്താണെന്ന് ചോദിച്ചാൽ അതിന് അമിത്ഷാ ഒരിക്കൽ ഒരു മറുപടി പറഞ്ഞിരുന്നു. അമിത്ഷാ പറഞ്ഞ മറുപടി പക്കോട ഉണ്ടായിക്കൂടെ? പക്കോട ഉണ്ടാക്കലൊരു സ്വയം തൊഴിലാണ്. തൊഴിലെന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി മാത്രമല്ല, റോഡിൽ നമ്മളിപ്പോൾ മുദ്രാ ലോൺ എടുത്ത്
റോഡിൽ ഒരു ഉന്തുവണ്ടി വാങ്ങിയിട്ടിട്ട് പക്കോട ഉണ്ടാക്കി വിൽക്കുക എന്നുള്ള തൊഴിലാണ്. ജോബ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. എവിടെ? റെയിൽവേയിലും മറ്റ് കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും മന്ത്രാലയങ്ങളിലുമെല്ലാം ലക്ഷക്കണക്കിന് തസ്തികൾ ഒഴിഞ്ഞിടക്കുമ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ പക്കോട ഉണ്ടാക്കി വിറ്റോളൂ എന്ന് യുവാക്കളോട് പറയുന്നത്. അപ്പോൾ ഇത്രയും അസംതൃപ്തി ഈ ബജറ്റിനെതിരെ, പുതിയ സർക്കാരിൻ്റെ വിഷനെതിരെ നിലനിൽക്കുമ്പോൾ അത് പ്രകടിപ്പിക്കേണ്ടതാണ്. അത് പ്രകടിപ്പിക്കാൻ ഇന്ത്യ അലയൻസ് എടുത്ത തീരുമാനം ഉചിതമാണ്. പക്ഷെ അതിൽ മമതാ ബാനർജി കൂടി പങ്കെടുക്കാതിരുന്നെങ്കിൽ ആ പ്രതിഷേധം കുറേ കൂടി ഒരു മാതൃകയായിരുന്നു. യെസ്, ഇപ്പോൾ മമതാ ബാനർജി പറയുന്നുണ്ടല്ലോ ഈ നീതി ആയോഗ് എന്നുള്ളൊരു സംവിധാനം തന്നെ വേണ്ട, പ്ലാനിംഗ് കമ്മീഷൻ തിരികെ വരണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയണമല്ലോ. അല്ലാതെ മമതാ ബാനർജി ഇപ്പോൾ ഇന്ന് നീതി ആയോഗിൻ്റെ യോഗത്തിൽ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചിട്ട് ഈ പറയുന്ന അജിംസ് പറഞ്ഞ വിഷയങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ അവർ പറയുന്നു എന്നെ മുഴുമിപ്പിക്കാൻ സമ്മതിച്ചില്ല. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൈക്ക് ഓഫായി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ മൈക്ക് ഓഫാക്കി. ബാക്കിയുള്ളവർക്കൊക്കെ 20 മിനിറ്റൊക്കെ സംസാരിക്കാൻ അവസരം കൊടുത്തു. നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബംഗാൾ എന്ന് പറയുന്നത്. അവിടെ നിന്നുള്ളൊരു മുഖ്യമന്ത്രിയോട് ഇത്രയും സുപ്രധാനമായൊരു യോഗത്തിൽ ഇങ്ങനെയാണ് ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻ ഇതെന്ത് ഭയങ്കര ഉദാത്തമായ ഒരു മാതൃകയാണെന്ന അഭിപ്രായം എനിക്കില്ല. അതും നീതി ആയോഗും തമ്മിൽ പ്ലാനിംഗ് കമ്മീഷന് ഉള്ളതിനേക്കാൾ ഗുണങ്ങൾ നീതി ആയോഗിന് ചില കാര്യങ്ങളിലുണ്ട്. നീതി ആയോഗിനേക്കാൾ ചില മെച്ചങ്ങൾ പ്ലാനിംഗ് കമ്മീഷനും ഉണ്ട്. ഓക്കെ, അതൊരു അക്കാഡമിക് ചർച്ച നിശ്ചയമായും അതിലുണ്ടാവാണ്. പക്ഷേ നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനം പ്രശ്നമാണ്. പ്ലാനിംഗ് കമ്മീഷൻ വന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന തീർപ്പിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. പക്ഷെ നീതി ആയോഗിനെ ഇവരെങ്ങനെ കൊണ്ടുപോകുന്നു, അതിൽ സംസ്ഥാനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഏത് നിലയിൽ ആദരിക്കപ്പെടുന്നു, അവരെങ്ങനെ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട കാര്യം നീതി ആയോഗിൻ്റെ മാത്രം വിഷയമല്ല. അടിസ്ഥാനപരമായി നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണഘടനയിലെ ആദ്യത്തെ വാചകം എന്താ രേഷ്മ? ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നത്. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇതൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിർവചനം. സംസ്ഥാനങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. അതല്ല അതിൻ്റെ മലയാളം. പക്ഷെ അത് അംഗീകരിക്കുന്നില്ല. ഇതാണ് അടിസ്ഥാന പ്രശ്നം. BJPയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ RSSൻ്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൽ അങ്ങനെ ഇല്ല. ഇത് ഏകദാനതമായ ഒരു രാജ്യമാണ്. അങ്ങനെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ സവിശേഷതകൾ, അവരുടേതായ ഉപദേശീയതകൾ, അങ്ങനെ ഒരു സംഗതി ഇവർ അംഗീകരിക്കുന്നേ ഇല്ല. അതുകൊണ്ട് സംസ്ഥാനം എന്ന് പറയുന്ന ആ യൂണിറ്റിനെ, ആ പൊളിറ്റിക്കൽ യൂണിറ്റിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ഏകാഗ്രതയോടെ, ഏറ്റവും സൂക്ഷ്മതയോടെ, ഇടതടവില്ലാതെ അനുദിനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാൻഡ് പ്രോജക്റ്റാണ്. ഞാൻ ഔട്ട് ഓഫ് ഫോക്കസിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സംസാരിച്ച വിഷയം അതായിരിക്കും. അത് എത്രത്തോളം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ, ഇപ്പോൾ GST അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മെഗാ പ്രോജക്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ പോയ ഓരോ കാര്യത്തിലും നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 2014 ആദ്യഘട്ടത്തിൽ ഒരു സർക്കുലർ വന്നിരുന്നു. ആ സർക്കുലർ അധികം ആളുകൾ ശ്രദ്ധിക്കില്ല. ആ സർക്കുലർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലങ്കാര മത്സ്യങ്ങളുടെ അതിൻ്റെ ഹാച്ചറീസ് ഉണ്ടല്ലോ, എന്താ അതിനെ വളർത്തലും അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ വരികയാണ് കേന്ദ്രത്തിൽ നിന്ന്. സാധാരണഗതിയിൽ നോക്കൂ, അലങ്കാര മത്സ്യകൃഷി അല്ലെങ്കിൽ അലങ്കാര മത്സ്യങ്ങളുടെ വിപണനം, അതിൻ്റെ സംരക്ഷണം എന്നൊക്കെ പറയുന്നത് നിശ്ചയമായും ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ വരേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് വളരെ കർക്കശമായിട്ടുള്ള ചട്ടങ്ങളും വ്യവസ്ഥകളും കേന്ദ്രം തന്നെ നിശ്ചയിച്ച് താഴേക്ക് കൊടുക്കുകയാണ്. അത് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും സാധ്യമല്ല. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് അത് സാധ്യമല്ല. ഓരോ സംസ്ഥാനത്തിൻ്റെയും സ്വഭാവങ്ങൾ, സവിശേഷതകൾ, അവിടുത്തെ വാട്ടർ ബോഡീസിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ വെച്ച് ഇന്ത്യക്ക് മൊത്തം അലങ്കാര മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ചട്ടം എന്ന് പറയാൻ സാധ്യമല്ല. അങ്ങനെ പക്ഷേ അവരങ്ങനെ സർക്കുലർ അയക്കുന്നു. പിന്നീട് ഇതിൻ്റെ ഈ കർഷകരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതിഷേധം ഉണ്ടാകുന്നു, അവർ പിൻവലിക്കുന്നു. ഇങ്ങനെ തുടങ്ങി സൂക്ഷ്മമായ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങളിൽ വരെ സംസ്ഥാനം എന്ന് പറയുന്ന ഈ സംവിധാനം പോടാ എന്ന് പറയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. നീറ്റിൻ്റെ കാര്യം നമുക്കറിയാം. നീറ്റിനെതിരെ തമിഴ്നാട് എത്ര ശക്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയാം. BH എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്, അറിയാം.
എന്താണ് BH രജിസ്ട്രേഷൻ, ഭാരത് രജിസ്ട്രേഷൻ. നമുക്കെന്താണ് KL ആണുള്ളത്, കർണാടക K ആണുള്ളത്, തമിഴ്നാട് TN. പക്ഷേ BH ഉണ്ട്. BH എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ വരുമ്പോൾ നമുക്ക് എന്താ അതിൽ പ്രശ്നം തോന്നും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയോ? BH രജിസ്ട്രേഷൻ ഉള്ള വാഹനങ്ങൾക്ക് ചില സവിശേഷ ആനുകൂല്യങ്ങൾ കൊടുക്കും. BH രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ അറിയാതെ നിഷേധിക്കും. ഇങ്ങനെ അങ്ങ് പോകും. എന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ KL, K, TN, പിന്നെ AP എന്നൊക്കെ പറഞ്ഞ രജിസ്ട്രേഷൻ വരുമ്പോൾ അവിടെ ഒരു യുണീക്ക്നെസ് ഉണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്. ഇങ്ങനെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ വരെ സംസ്ഥാനം എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയെ മായ്ച്ച് ഇല്ലാതാക്കുക. ഇതാണ് ഈ ഡിസൈൻ എന്ന് പറയുന്നത്. ആ ഡിസൈൻ ഓരോ കാര്യത്തിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പക്ഷേ പലരും അത്രയധികം ശ്രദ്ധിക്കുന്നില്ല. അത് ശ്രദ്ധിക്കുന്നവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് മമതാ ബാനർജിയും തമിഴ്നാട്ടിലെ സ്റ്റാലിനും ഒക്കെ. അപ്പോൾ അത് ബജറ്റിലും സ്വാഭാവികമായിട്ടും പ്രകടമാവും. ബജറ്റിൽ അങ്ങനെ സംസ്ഥാനങ്ങൾക്കുള്ള ഒരു അലോക്കേഷൻ, എന്തിനാണ് സംസ്ഥാനങ്ങളുടെ പേര് പറയുന്നതെന്ന് കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ ചോദിച്ചു. എന്തിനാണ് സംസ്ഥാനങ്ങളുടെ പേര്? എന്താ സംസ്ഥാനങ്ങൾ, എന്താ ഇവിടെ ഉള്ള ഇതല്ലേ? അപ്പോൾ അതിൻ്റെ പേരൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് ഈ ഒരു സമീപനമാണ് പറയുന്നുണ്ട്. ഇതാണ് അടിസ്ഥാന പ്രശ്നം. അതിനെ അഡ്രസ്സ് ചെയ്യാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അതിലേക്കുള്ള ഒരു ചുവടെന്നുള്ള നിലയ്ക്ക് ഈ ബഹിഷ്കരണത്തെ ആണ് ഞാൻ കാണുന്നത്. യെസ്, അപ്പോൾ പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചാണ് എന്ന് വ്യക്തമാണ്. ഫെഡറൽ തത്വങ്ങളുടെ എല്ലാം ലംഘനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന വിമർശനം.